ഹായ് ഗൈസ്. ഹലോ. അപ്പൊ ഇന്നൊരു കിടിലം വ്ലോഗാണ്. നീനുവിന്റെ എക്സാം ആണ് ഗൈസ്. എക്സാം അപ്പൊ നീനു ഇത് രാവിലെ എനിക്ക് പഠിപ്പ് തുടങ്ങി. അപ്പൊ ഞാന് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടി കൂട്ടിട്ടാ ലഞ്ചാകുമ്പോ പുറത്ത് കഴിക്കും. അപ്പൊ എക്സാം ഡേ വ്ലോഗാണ്. കൊറേ നാളായില്ലേ വ്ലോഗ് ചെയ്തിട്ട്. അപ്പൊ കിച്ചണിൽ പോവാ. എവിടെ ഉറങ്ങണം? ഇവിടെ ബേബി കിച്ചണിൽ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടാ. ഞാൻ എന്താ പറയാ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, പഠിപ്പിലായിരുന്നു. ഇനി പഠിക്കണം. എന്നാ ബ്രേക്ക് എടുത്തിട്ട് 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് പഠിക്കുക. ഞാൻ ഭയങ്കര പഠിപ്പായോണ്ട് എന്റെ തലയ്ക്ക് താങ്ങാൻ പറ്റാണ്ടായി പഠിച്ചു ചൂലൊക്കെ വേക്കല്. അടുക്കളയിൽ ചൂലുണ്ടാവില്ലേ? പിന്നെന്താ ഗൈസ്, എല്ലാവരും എന്റെ എക്സാം ഞാൻ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഞാന് ഡെയിലി ഒരു 2-3 മണിക്കൂർ പഠിപ്പിക്കും. 2-3 മണിക്കൂർ പഠിക്കാൻ സമയം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നീ ഇരുന്ന് പഠിച്ചോ. അതല്ല, മോൾക്ക് നമുക്ക് കുറുക്കുണ്ടാക്കണം. ഫസ്റ്റ് നമ്മള് ഇത് എന്താണ്, ധാന്യപ്പൊടി 3 സ്പൂൺ, അത് 1 സ്പൂൺ കണ്ട പഠിപ്പിച്ച് പഠിപ്പി. അല്ല, മോളുടെ ഫുഡ് റെഡിയായേ? നമ്മൾ കുക്കിംഗ് തുടങ്ങി ഗൈസ്. കറി റെഡി ആയിട്ടുണ്ട്. കറി എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ഇൻസ്റ്റയില് ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്താ സെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി നീനിരുന്ന് പഠിക്കുന്നു. ഞാൻ ഹോൾ ടിക്കറ്റ് എടുക്കുന്നു. ഹോൾ ടിക്കറ്റും പിന്നെ ID കാർഡ് പ്രിന്റ് എടുക്കാനുള്ള. നീന് ഭയങ്കര ടെൻഷനില്ല, ഭയങ്കര സ്റ്റെക്ക വീഡിയോയില് ഇട്ട കാര്യമൊക്കെ ഉണ്ടാ. എക്സാം കഴിയുമ്പോ റെഡി ആവും. അത് എത്ര നാളായിട്ട് ഒരു വ്ലോഗ് എടുത്തിട്ട് അതിൻ്റെതായ ഒരു പോരായ്മകളുണ്ടാവും. പിന്നെ ടെൻഷൻസ്. അല്ല നീനു മോൾക്ക് എക്സാം അല്ലേ, പാവം. കാലത്ത് സൂപ്പർ കറിയൊക്കെ ഉണ്ടാക്കി തന്നു. ഫുൾ ബജ്ജി ഓൺ ഡ്യൂട്ടിയാണ്. ഇത് പഠിച്ച് പാസ്സായി എന്നെ വീട്ടിലിരുത്തിയാ മതി. പറയുമ്പോ മെയിൻ ആയിട്ട് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് നോ ഐഡിയ, അൽബുവിന്റെ മൂഡ് എങ്ങനെയാവും അങ്ങനെയൊക്കെ. അതിന്റെ കുറച്ച് പിന്നെ നന്നായി പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡെയിലി ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഡെയിലി പഠിക്കാൻ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. എന്താ പറയാ, എനിക്ക് എപ്പോഴും നമ്മ എക്സാമിന്റെ തലേ ദിവസം ആകുമ്പോഴാണ് ഒരു സാധനം കേറണം. സാധനം കേറി പഠിക്കണം. അതിന് മുന്നൊക്കെ പഠിച്ചിരുന്നത് അങ്ങനത്തൊക്കെ ആയിട്ട്. ഇന്നലൊക്കെ ആ സാധനം കേറി പഠിച്ചു, പക്ഷെ കൊറേ നേരം പഠിച്ചിട്ടില്ല. അപ്പൊ അറിയില്ല, ഞാൻ വന്നിട്ട് പറയാം ഗൈസ്. ഐ എം സോ സാഡ്. ഇത് കേട്ട് ചെലപ്പോ അടിപൊളിയായിരുന്നെങ്കിൽ ഈ വ്ളോഗിന്റെ എൻഡിൽ ഐ ആം സോ ഹാപ്പി എന്ന് പറഞ്ഞ് ഞാനുണ്ടാവും. സിമ്പിളായിരുന്നെങ്കിൽ ഇതെനിക്ക് സാഡാവും തോന്നിട്ട് ഗൈസ്. ഞാൻ പോയിട്ട് അല്ല മോളെ പിന്നെ ബിബിയുടെ കക്കടല്ലേ? അപ്പോഴും മോൾക്ക് കുറുക്ക് വേണ്ട, നെയ്ച്ചോട് വാങ്ങി. ഞാൻ നെയ്ച്ചോട് ഉച്ചയാളെന്റെ ലേറ്റ് ആയിട്ട് എണീപ്പിച്ചാണ്.
അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഉറക്കം കാര്യങ്ങളും പാലൂടെ ഒക്കെ ഇട്ട് സീനും. പിന്നെ ഇങ്ങനെ എക്സാം ഉള്ളതല്ലേ, ഒന്ന് നേരം വൈകി എണീപ്പിച്ചു. ഹലോ ഇതെന്നാ ഹലോ പോണ്ട നമുക്ക് ഇട്ടിട്ട് പോവല്ലേ? എവിടേക്ക് പോണേ? ഷൂല് പോവല്ല. എന്നിട്ട് എക്സാമിന് പോകാൻ മുന്നേ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു. ഒന്നും പറയാനില്ല, ഭയങ്കര തിക്കുണ്ടായിട്ട് പോണ പോലെ എന്തൊക്കെ അറിയില്ല. എക്സാം സെറ്റല്ല. ഞാനാ പറഞ്ഞൊക്കെ ഇട്ട് കണ്ണെന്ന് ഏതാണ്ട് ഇങ്ങനെ ബ്ലോഗ് ഇടുമ്പോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് എന്റെ മോള് പാസ്സാവാൻ വേണ്ടിട്ട് എന്താ സംഭവം കൂടി അറിയില്ല. അപ്പൊ ഞങ്ങളിത് ഇറങ്ങി നീനുവിന്റെ എക്സാമിന് വേണ്ടി ഇറങ്ങി ഗൈസ്. എത്ര മണി? 1:30. 2 മണിക്ക് എക്സാം ഉണ്ട്. നീനുവിന്റെ എക്സാം സെന്റർ എത്തി ഗൈസ്. ഗൈസ് അല്ലു ഞാൻ പോണത് കണ്ടാ വിഷമാവും. അപ്പൊ അവര് ഫസ്റ്റ് അങ്ങനെ പോയിട്ട് ഞാൻ ഇറങ്ങാൻ പോണ്. ബൈ. പറഞ്ഞ അപ്പൊ നീന എക്സാമിന് പോയി ഗൈസ്. പറ നീന എക്സാമിന് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലോ മോളെ, ഇനി എന്താ നമ്മളെ പരിപാടി? പറ്റൂലേ? പറ്റൂല? പറ്റൂക്ക? എവിടേക്ക് പോവാ? എവിടേക്ക് പോവും നമ്മള്? ഗൈസ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്ത് കഴിക്കാൻ വന്നാലോ? എന്ത് കഴിക്കണ്ടേ? എന്തിനു നോക്കണേ? എന്ത് ബർഗർ? ഗൈസ് അങ്ങനെ ഞങ്ങള് ബിസ്കോഫ് കുനാഫൊക്കെ കഴിച്ച് മൊത്തയില്ലോ. ഇനി എന്താ പരിപാടി? നെക്സ്റ്റ് പരിപാടി എന്താ? ക്ലീൻ ആക്ക. മോഹൻ തുടയ്ക്ക. മോഹൻ തുടച്ച. ഓ ഗുഡ് ഗേൾ. വെള്ളം കുടിച്ചോ? ആണെങ്കിൽ വെള്ളം കുടിച്ചോ. ബീബി കുടിക്കില്ലോ കുറച്ച് വെള്ളം. ബേബി കുടിക്കട്ടെ? ബേബി കുടിച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ എന്തായി? എപ്പ നീനെപ്പോ വരുവാ? സമയം 4 മണിയാവണ്. 4 മണിക്ക് 5 മിനിറ്റ്. ഹലോ 5 മണിക്കുള്ളിൽ വരൂട്ടാ. എത്തുമ്പോണ്ടാ? എവിടെ വെത്തപ്പോ നിനക്ക്? ഇവിടെ ഓടിക്കളിക്കല്ലേ നീ? ഒരു വെത്തമില്ല. ഗൈസ് ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എടുക്കട്ടെ അപ്പൊ? ഉറങ്ങാ ബീബി ഉറക്കി തട്ടെ? ഓക്കെ. ആരടാ? ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാ നീന് വരും ഇല്ലേ? നീന് വരൂല്ലേ അരമണിക്കൂർ കഴിഞ്ഞാ? വരുമോ? എക്സാം കഴിഞ്ഞ് ഇറങ്ങി എന്റെ മൈൻഡ് എന്റെ മോളെ സന്തോഷം കണ്ട ഗൈസ്. അപ്പൊ ഞങ്ങള് റെസ്റ്റോറന്റ്. നീന് എക്സാമിന് ആക്റ്റീവ് ആയി ഗൈസ്. എക്സാം ഉണ്ടായി. എക്സാം 5 മണി വരെ 1 മാസം
നീനു 4:30 എനിക്ക് ഇറങ്ങി ഗൈസ്, എനിക്കറിയില്ല ഇനി റിസൾട്ട് സെലിബ്രേഷൻ ഉണ്ടാ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഗൈസ് മന്തി വന്നു, എന്റെ മോൾക്ക് മന്തി. നല്ല ഫീൽ ഗുഡ് പാട്ട് ഗൈസ് ഇവിടെ. ഞാൻ ഒരു പാട്ടുകാരിയാന്നായിരിക്കും അറിയില്ല അല്ലേ. ഞങ്ങളിപ്പോ എക്സാം കഴിഞ്ഞ് വന്നു, ഫുഡ് കഴിച്ചു, വയറച്ച് ഫുഡ് കഴിച്ച് മത്തായി. അതെ അല്ല മോള് ഉറങ്ങി. ടയേർഡായ പക്ഷെ എനിക്ക് തോന്നി ബേബി നല്ല ടയേർഡായിരുന്നു. എന്താ പറയാ കാലത്ത് പക്ഷെ ഇങ്ങനെ ഭയങ്കര നമ്മ എല്ലാ വ്ളോഗും ഇങ്ങനെ മൈൻഡ് സെറ്റ് ആയിട്ട് അങ്ങനെ എടുക്കല്. ഇന്ന് സെറ്റ് ആയിരുന്ന അല്ലേ, നമുക്ക് ടെൻഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇല്ല. എന്തോ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയുണ്ടോ. പിന്നെ ഒന്ന് ബിബി ഒരു കാര്യം മറന്നു, എപ്പോഴൊക്കെ ചെയ്തു തരാറുള്ള കാര്യ അത് മറന്നു. എപ്പോഴും എനിക്ക് ചെയ്തു തരാറുള്ള കാര്യം എക്സാമിന് പോകുമ്പോ അത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇറങ്ങാതിരിക്കുന്ന തിരക്കായപ്പോ ഞാനും ഓർമ്മിപ്പിച്ചില്ല, എന്തൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ. നീನು എക്സാമിന് പാസ്സാവും, 100-ൽ എത്ര മാർക്ക് കിട്ടുന്ന കമന്റ് എല്ലാരും. കിട്ടില്ല പക്ക 100-ൽ എത്ര മാർക്ക് കിട്ടും നീനു കമന്റ് എല്ലാരും. പാസ്സായ എന്തുരാ, പാസ്സായ എന്റെ മോള് പാസ്സായി. ഞാൻ 100K സെലിബ്രേഷൻ. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗ് പെട്ടെന്ന് തന്നെ വരാം. ബജ്ജി എനിക്ക് കൊറേ എഫേർട്ട് ഇട്ട്, അപ്പൊ ബജിക്കുമ്പോ വരട്ടെ. ഓടോ കട്ട് ചെയ്തിട്ട് വന്നാ മതി. അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ ബൈ. ബജി ഉണ്ടല്ലേ ഗൈസ്, ടാറ്റ 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 ടാറ്റ. നാട് വരുന്നുണ്ട്.